ഹലോ എവ്രി വൺ. ഇതടുത്ത വീഡിയോ ആയിട്ട് പിന്നെ എത്തിയേക്കുവാണ്. ഞങ്ങളെവിടെ പോവാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പുറത്തോട്ട് ഡിന്നർ കഴിക്കാൻ പോവാണ്. മമ്മി പപ്പ നാട്ടിൽ നിന്ന് തിരിച്ചു വന്നു. അപ്പം സൺഡേ മമ്മിയുടെ അടുത്തോട്ട് പോയതാ. ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേക്ക് എൻ്റെ ബ്രദർ പറഞ്ഞു, ബാ നമുക്കൊന്ന് പുറത്ത് പോവാം. അപ്പം പെട്ടെന്ന് എല്ലാവരും റെഡി ആയിട്ട് പോയി. ഭയങ്കര ട്രാഫിക്കായിരുന്നു. ഈ റെസ്റ്റോറൻറ്റ് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. പിന്നെ പാർക്കിംഗ് ഏരിയ ഇഷ്ടംപോലെ ഉണ്ട്. നമുക്ക് നല്ല സൗകര്യമാണ് വണ്ടി പാർക്ക് ചെയ്യാനും. നല്ല സ്ഥലമുണ്ട്. പിന്നെ പപ്പയുടെ കൂടെ പോയി കഴിഞ്ഞാൽ ദാറ്റ് ഇസ് മസ്റ്റ്. പാർക്കിംഗ് ഏരിയ ഇസ് മസ്റ്റ്. നമ്മൾ എത്രയൊക്കെയോ നല്ല കടയിലൊക്കെ പോകുമ്പം പാർക്കിംഗ് ഏരിയ കാണത്തില്ല. അത് പപ്പയ്ക്ക് അതിഷ്ടമല്ല. പപ്പ ആണെങ്കിൽ അവിടെ നിർത്താതെ അങ്ങ് പോകും. എത്രയോ നല്ല നല്ല കടയിൽ കയറണമെന്ന് വിചാരിച്ചിട്ട് കയറാതെ വന്നിട്ടുണ്ട്, പാർക്കിംഗ് ഏരിയ ഇല്ലാത്തതുകൊണ്ട്. ആർക്കെങ്കിലും സ്വന്തമായിട്ട് ഷോപ്പ് വല്ലതും ഇടാനോ അല്ലെങ്കിൽ ഷോപ്പ് ഉണ്ടെങ്കിൽ പ്ലീസ് കീപ്പ് ഇൻ മൈൻഡ്, പാർക്കിംഗ് ഏരിയ ഇസ് മസ്റ്റ്. ഇത് മമ്മി പപ്പനെ ആദ്യമായിട്ടാണ് ഈ റെസ്റ്റോറൻറ്റിലോട്ട് കൊണ്ടുവന്നത്. അകത്തോട്ട് പുറത്ത് ഇവരുടെ ഇങ്ങനെ ടീ ഏരിയ ഉണ്ട്, ചായയൊക്കെ കുടിക്കാനും ചായയും സ്നാക്സും അവിടെ വന്നിട്ടുണ്ട്. പക്ഷേ അകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഓ, ഇത് എനിക്ക് ക്ഷീണം ആയി. സാറ്റർഡേ സൺഡേ ആകുമ്പോൾ എനിക്കറിയത്തില്ല എന്തുവാണെന്ന്. എനിക്ക് നല്ല ക്ഷീണമാണ്. എനിക്ക് ഉറങ്ങിയാൽ മതി. പിന്നെ എങ്ങനെയൊക്കെയോ എന്നെ തള്ളി, ഓക്കെ കൊച്ചിന് പുറത്ത് കൊണ്ടുപോകണം, ആകെ 2 ദിവസം കിട്ടുന്നതല്ലേ, ഇങ്ങനെ ഇരുന്നാൽ ശരിയാവത്തില്ല എന്ന് വിചാരിച്ചാണ് പുറത്തോട്ട് ഇറങ്ങുന്നത്. പക്ഷെ മൺഡേ ടു ഫ്രൈഡേ എൻ്റെ ബ്രെയിൻ നല്ല ആക്റ്റീവാണ്. മേ ബി വർക്ക് പ്രഷറും അതിൻ്റെയൊക്കെ ആയിരിക്കും. എല്ലാവരും ആഹാരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് സൂപ്പ് അടിപൊളിയായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പക്ഷേ നല്ല എരിവുണ്ടായിരുന്നു. എനിക്കൊന്ന് കുരുമുളക് ഏറെ ഇട്ടു. അത് വീട്ടിൽ വന്നതിന് ശേഷമുള്ള അതിൻ്റെ ഇഫക്റ്റ് ആയിരുന്നു ഇത്. പപ്പയ്ക്ക് സൂപ്പ് ഇഷ്ടപ്പെട്ടു, അതിന് എരിവാണ്. പപ്പയ്ക്ക് എരിവുള്ള സാധനമൊന്നും ഇഷ്ടമല്ല. അപ്പോൾ പപ്പ ആണെങ്കിൽ എക്സ് മിലിറ്ററിക്കാരനാണ്. അപ്പോൾ എല്ലാത്തിനും കുറ്റം പറയാം. അങ്ങനെ സംസാരിക്കുകയായിരുന്നു. സൂപ്പ് ഇങ്ങനെയല്ല സെർവ് ചെയ്യുന്നത്, ഇങ്ങനെ പ്ലേറ്റിലല്ല, പിന്നെ എന്തിനാണ് പ്ലാസ്റ്റിക് ഗ്ലാസ്സിൽ വെള്ളം സെർവ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ. ആ നമ്മളിത് നോൺ വെജ് പ്ലാറ്ററാണ് ഓർഡർ ചെയ്തത്. അതാകുമ്പം എല്ലാവർക്കും കഴിക്കാനുള്ളതുകൊണ്ട് പിന്നെ ഒരു കൺഫ്യൂഷനില്ല എന്താണ് ഓർഡർ ചെയ്യേണ്ടത്. പിന്നെ ഒത്തിരി വിലയുമില്ല. പിന്നെ പിള്ളേർക്ക് ആണെങ്കിൽ കൂടുതൽ അവരിങ്ങനെ ചിക്കൻ പീസസും അങ്ങനെയൊക്കെ കഴിക്കത്തുള്ളൂ. നമ്മൾ സെപ്പറേറ്റ് ബിരിയാണി അങ്ങനെ സെപ്പറേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് കാശും കൂടുതലാവും, ഫുഡും വേസ്റ്റാവും, ആരും പ്രോപ്പർലി കഴിക്കത്തുമില്ല. അങ്ങനെ എല്ലാവരും ആഹാരം കഴിച്ചു. നല്ലതായിരുന്നു. എല്ലാവർക്കും, നമ്മൾ എത്ര പേരുണ്ടായിരുന്നു, 7 പേരുണ്ടായിരുന്നു. എല്ലാവരും സൂപ്പറായിട്ട് ആഹാരം എല്ലാം കഴിച്ചു. എന്നിട്ട് ആഹാരം കഴിച്ച് ചായ കുടിക്കാമെന്ന് വിചാരിച്ച് വെളി തന്നെയാണ്. I hope you all like this video. Please do like, share and subscribe to my channel. Bye.